അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് പരപ്പനങ്ങാടിയിലെ വലിയ ജുമുഅത്ത് പള്ളിയും അതിൻ്റെ ചില കാഴ്ചകളുമാണ്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പരപ്പനങ്ങാടി ഹാർബറിൻ്റെ മുൻവശത്തായിട്ടാണ്. ഏകദേശം ഹിജ്റ 112 ഇവിടെ പള്ളി ഉണ്ടായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം കടലാക്രമണത്തിൽ തകർന്നു പോയ ഈ പള്ളിയുടെ ശേഷിച്ച മര ഉരുപ്പടികളും മറ്റും കൊണ്ടുവന്ന് ഇവിടെ ഈ പള്ളി പുനർനിർമ്മിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അവസാനമായി ഹിജ്റ 1283 കിഴക്കിനിയകത്ത് കുഞ്ഞിക്കോയ മുട്ടി നഹ എന്ന ആളാണ് ഈ പള്ളി പണികഴിപ്പിച്ചത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സൂഫി വര്യനായ അബുക്കോയ മുസ്ലിയാർ എന്ന മഹാൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. മഹാനവറുകൾ വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമയാണ്. ഈജിപ്ത്, ബാഗ്ദാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ മതപഠനം നടത്തിയ മഹാനവറുകൾ ഷെയ്ഖ് ഇബ്രാഹിമുൽ ബാജിരി എന്ന മഹാൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പ്രമുഖ ശിഷ്യനും കൂട്ടുകാരനും ഒക്കെയായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ പള്ളി കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാ ഭാഗങ്ങളും മരങ്ങൾ കൊണ്ടാണ് ഈ പള്ളി ഉള്ളത്. നല്ലൊരു അന്തരീക്ഷമാണ്. ഉള്ളിൽ നല്ല കാഴ്ചകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് അടിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഇതുപോലെയുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് ബഹുമാനപ്പെട്ട ഔക്കോയ മുസ്ലിയാരുടെ മഖ്ബറ. ഇത് കെട്ടി പൊന്തിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നതാണ് കാണുന്നത്. വലിയ മഹാനാണ്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് സിയാറത്തൊക്കെ ചെയ്യാറുണ്ട്. ഇനി പള്ളിയുടെ ഉൾഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. പിന്നെ ഡോറുകളൊക്കെ മരങ്ങളാണ്, നല്ല ഉറപ്പുള്ള മരങ്ങളാണ്, പഴയ രൂപത്തിലുള്ള. അതുപോലെ തന്നെ പള്ളിക്കുള്ളിലുള്ള എല്ലാ തൂണുകളും മരങ്ങൾ തന്നെയാണ്. മുകൾ ഭാഗത്തുള്ള മരങ്ങളെ കൊണ്ടുള്ള പാക്കുകളും നമുക്ക് കാണാം. ഇങ്ങനെയുള്ള പാക്കുകൾ ഉണ്ടായാൽ തന്നെ ചൂട് അടിയിലേക്ക് അടിക്കുകയില്ല. പള്ളിയിൽ കയറിയിട്ട് നല്ല തണുത്ത അന്തരീക്ഷമാണുള്ളത്. അതുപോലെ തന്നെ ഖുർആനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പഴയ പള്ളികളിലൊക്കെ ഉള്ള ആ ചെറിയ ഹോൾസുകളായിട്ടുള്ള അതും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഈ പള്ളിക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പള്ളിയിൽ ഒരുപാട് വിശാലമായ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതിൻ്റെ പഴയ മിഹ്റാബ്, മിമ്പറൊക്കെയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ സൈഡിലൂടെ മറ്റൊരു ചെരുവിലേക്കാണ് പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ ഖബർസ്ഥാനിയും ഇവിടെ വളരെ വിശാലമാണ്. നിലം ഭാഗത്ത് ചെറുഭാഗങ്ങളിൽ നിലത്തൊക്കെ ടൈൽസ് പാകിയിട്ടുണ്ട്.